കറുകപ്പട്ട ഉപയോഗിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. കറുവപ്പട്ട അമിതമായി ഒന്നും കഴിക്കരുത് കേട്ടോ, നമുക്ക് ശരീരത്തിന് അത് നല്ലതല്ല. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെള്ളം 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ, അതുപോലെ കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം എടുക്കാവുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സിന്നമൺ പൗഡർ, കറുവപ്പട്ട പൊടി കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അതും എടുക്കാവുന്നതാണ്. ആദ്യമായി നമ്മൾ കറുവപ്പട്ട ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അരമണിക്കൂർ ശകലം വെള്ളമൊഴിച്ച് അരമണിക്കൂർ ഒന്ന് കുതിർക്കുക, ഇല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർക്കാവുന്നതാണ്. അന്നേരം ഇതിനെ തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ്. കറുവപ്പട്ടയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇത് ഗുണകരമായേക്കാം. 2 തരത്തിലുള്ള കറുവപ്പട്ട മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിലോൺ സിന്നമൺ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ കാസിയ സിന്നമൺ. സിലോൺ സിന്നമണിന് ഗുണനിലവാരം കൂടുതലാണ്, വിലയും കൂടുതലാണ്. അതിനകത്ത് കൗമാരിൻ എന്ന് പറയുന്ന ഫാക്ടർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാലം കൂടുതൽ ഉപയോഗിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും ഉണ്ടാകില്ല. വേറൊരു ഐറ്റമാണ് കാസിയ സിന്നമൺ എന്ന് പറയുന്നത്. അത് വിപണിയിൽ വളരെ സജീവമായിട്ടുള്ള സംഭവമാണ്, വില കുറവാണ്, അതുപോലെ ഗുണവും വലിയ കാര്യമായിട്ടൊന്നുമില്ല. കൗമാരൻ കൂടുതലുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗിക്കുന്നത്, ദീർഘകാലം ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ശരീരത്തിന് ദോഷം ചെയ്യും. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഏകദേശം 1 ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടിയും ചേർക്കാവുന്നതാണ്. 1-2 ഗ്ലാസ് വെള്ളം നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ കറുവപ്പട്ടയും കൂടി ചേർത്ത് ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കേണ്ടത്. എന്നാൽ ഇത് മരുന്നിന് പകരമല്ല കേട്ടോ, അത് ഓർക്കണം. പ്രമേഹമുള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സയും ഭക്ഷണക്രമവും ഒക്കെ തുടരേണ്ടതാണ്. ഇൻസുലിൻ, മെറ്റാമോർഫിൻ ഇങ്ങനെയൊക്കെ മരുന്ന് കഴിക്കുന്നവരില്ലേ ഡയബറ്റിക്സിന്, അപ്പോൾ അങ്ങനെയുള്ളവർ ഡോക്ടറിൻ്റെ ഉപദേശം തീർച്ചയായും തേടിയിരിക്കണം. ചിലരിൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴാൻ കാരണമായേക്കാം. അതുകൊണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ശേഷം അരിച്ചെടുത്ത ഈ വെള്ളം ദിവസത്തിൽ 2 പ്രാവശ്യം കുടിക്കാം. ഭക്ഷണത്തിന് 20-30 മിനിറ്റ് മുമ്പ് ഇത് കുടിക്കുന്ന ഭക്ഷണശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർച്ച കുറയ്ക്കാൻ സഹായിക്കും. ഡയബറ്റിക് പേഷ്യൻസിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള ചാൻസും ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ കുറയുന്നതാണ്. ഞാൻ മുകളിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് 2008 തുടങ്ങിയൊരു വെബ്സൈറ്റാണ്. അതിനകത്ത് ഒരുപാട് റെസിപ്പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറേ ലിങ്ക്സ് കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. റിട്ടൺ റെസിപ്പീസാണ് കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒക്കെ മറക്കില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Take care. Bye bye.